ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മാനവികത, ഹ്യൂമനിസത്തിന്റെ ഇംഗ്ലീഷ് മലയാളം എക്സ്പ്ലനേഷൻ ആണ്. അപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും മലയാളം മീഡിയം സ്റ്റുഡൻസിനും ഒരുപോലെ പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ലെസൺ ഒക്കെ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ കമന്റ്സ് ഇടുക. അപ്പൊ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോജർ ബേക്കറിന്റെ ഒരു കോട്ടാണ്. ഈ കോട്ടിൽ അദ്ദേഹം നമ്മുടെ ലൈഫില് യുക്തിചിന്തയ്ക്കും അറിവിനും നമ്മുടെ ചിന്തയ്ക്കുമുള്ള ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ കോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്? യുക്തിചിന്ത, ഒരു ഇമ്പോർട്ടൻസ് ഓഫ് റീസൺ, അറിവ്, നമ്മൾക്ക് ചിന്തിക്കാനുള്ള ചിന്താശക്തി, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതായത് കോമൺ സെൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് അർത്ഥം. എന്നാൽ നമ്മുടെ യൂറോപ്പില് 14-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ, അതായത് 13-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ ചിന്താശക്തിയോ അറിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന യൂറോപ്പ് അല്ല അന്നുണ്ടായിരുന്നത്. 14-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ. 14-ാം നൂറ്റാണ്ടിന് കാര്യം മാറി. 13-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യന്മാർക്ക് ഒരു ബോധവും വെളിവും ഉണ്ടായിരുന്നില്ല. ഇനി റോജർ ബേക്കൺ പോലെയുള്ള ഇച്ചിരി ഇന്റലക്ച്വൽ ആയിട്ടുള്ള യുക്തിചിന്തയുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നിഷേധിച്ചിരുന്നു. അവർ പറയുന്നത് തെറ്റാണെന്ന് പറയുക മാത്രമല്ല, അവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയും അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അവരെ കൊല്ലുക വരെ ചെയ്തിരുന്നു. അത്രയ്ക്ക് വിവരമില്ലാത്ത മനുഷ്യരായിരുന്നു 13-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലുള്ളവര്. എന്നാൽ 14-ാം നൂറ്റാണ്ടോടുകൂടി സ്ഥിതിഗതികൾ മാറി മറിയാൻ തുടങ്ങി. ചേഞ്ചസ് വന്നു. എന്നു മുതൽ? 14-ാം നൂറ്റാണ്ടോടുകൂടി. അതാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്, മാനവികത, ഹ്യൂമനിസം. അപ്പോ 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. അതാണ് ഫസ്റ്റ് പോയിന്റ്. സോഷ്യലി, കൾച്ചറലി, പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി 14-ാം നൂറ്റാണ്ടോടുകൂടി എവിടെ? യൂറോപ്പിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ കിടക്കുന്ന പോയിന്റ്സ്. 1 2 3 4 5 6 7 8 9 10 10 പോയിന്റ്സ് ഉണ്ട്. യൂറോപ്പിൽ വന്ന മാറ്റങ്ങൾ, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ആദ്യത്തെ സവിശേഷത മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. അതാണ് മാനവികത, അത് ഹ്യൂമനിസം. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് സവിശേഷതയാണ് ഹ്യൂമനിസം. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചിന്തിക്കാനുള്ള കഴിവ്, അതാണ് ഹ്യൂമനിസം. രണ്ടാമത്തെ പോയിന്റ് നഗര ജീവിതത്തിന്റെ വളർച്ച. അതായത് നഗരം, സിറ്റി ഒക്കെ വളരാൻ തുടങ്ങി. പെട്ടെന്ന് സിറ്റി ലൈഫ് വളരാൻ തുടങ്ങി. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. മൂന്നാമത്തെ പോയിന്റ് കച്ചവടത്തിന്റെ പുരോഗതി. ട്രേഡ് ഉണ്ടല്ലോ, കച്ചവടങ്ങള്, ബിസിനസ് ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. ഇനി അടുത്ത പോയിന്റ് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. നേഷൻ സ്റ്റേറ്റുകള് വളർന്നു തുടങ്ങി. വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓരോ വ്യക്തിക്കും എന്തും ചെയ്യാനുള്ള, ബിസിനസ് ചെയ്യാനാണെങ്കിലും എന്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു തുടങ്ങി. ഏത് കാലഘട്ടം മുതലാ? 14-ാം സെഞ്ചുറിയിലാണ് ഇത് നടക്കുന്നത്. ഇനി യുക്തിചിന്ത, റാഷണലിസം. ഞാൻ പറഞ്ഞു 13-ാം നൂറ്റാണ്ട് വരെ യുക്തിചിന്തയെ വെറുത്തിരുന്നവർ 14-ാം നൂറ്റാണ്ട് മുതൽ സംഗതികൾ മാറാൻ തുടങ്ങി. മതേതര മൂല്യങ്ങളുടെ വ്യാപനം, സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്. എല്ലാ റിലീജിയനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി 14-ാം നൂറ്റാണ്ടോടുകൂടി. പണാധിഷ്ഠിത സമ്പദ്ഘടന, അതായത് മോണിറ്ററി എക്കണോമി. സമ്പദ്ഘടനയിലെ മണിക്ക്, കാശിന് പ്രാധാന്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്. ലാംഗ്വേജസിന് ലഭിച്ച പ്രാധാന്യം. കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ ദ റെലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. ഈ 10 പോയിന്റ് കാരണമാണ് 14-ാം സെഞ്ചുറിയിൽ ഒരു വ്യക്തമായ ചേഞ്ച് യൂറോപ്യൻ കൺട്രീസിൽ വന്നത്. എന്തൊക്കെയാണ്? ഹ്യൂമനിസം, മാനവികത, ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരജീവിതത്തിന്റെ വളർച്ച, കച്ചവടങ്ങളൊക്കെ പുരോഗമിച്ചു, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, നേഷൻസിന്റെ സ്റ്റേറ്റ് ഒക്കെ ഉയർന്നു,
വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ലിബർട്ടി വന്നു, നമുക്ക് എന്തും ചെയ്യാം. യുക്തിചിന്ത, റാഷണലിസം വന്നു, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, സെക്യുലർ വാല്യൂസ് സ്പ്രെഡ് ചെയ്തു, പണാധിഷ്ഠിത സമ്പദ്ഘടന, മോണിറ്ററി എക്കണോമി വന്നു, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഗെയിൻ ബൈ റീജിയണൽ ലാംഗ്വേജസ്. ഇതുകൂടാതെ കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, അതായത് ആർട്ടും സയൻസും പാട്ടും ഡാൻസും ഒക്കെ കൂടി. ഇപ്പൊ 14ാം സെഞ്ചുറിയിലെ ഈ സവിശേഷതകൾ കാരണം യൂറോപ്പ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, പണ്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്ന 2 സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. ഓക്കെ, അപ്പൊ ഇവരെ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഗ്രീക്ക് റോമൻ കൾച്ചേഴ്സ്. ഓക്കെ, ഗ്രീക്ക് റോമൻ കൾച്ചേഴ്സ് പണ്ടുണ്ടായിരുന്ന സംസ്കാരമായിരുന്നു. ഓക്കെ, ഇനി ഓൾറെഡി ഈ മാറ്റങ്ങളൊക്കെ 14th സെഞ്ചുറിയിൽ വന്നു അല്ലെ. ഇനി പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലി എല്ലാവരും ഓർത്തു വെക്കണം. ഇറ്റലിയിലാണ് ആദ്യമായിട്ട് ഈ മാറ്റങ്ങൾ, 14ാം സെഞ്ചുറിയിലെ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് ഇറ്റലിയിലായിരുന്നു. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ മാറ്റങ്ങൾക്ക് നമ്മുടെ ചരിത്രകാരന്മാർ കൊടുത്തിരിക്കുന്ന പേരാണ് നവോത്ഥാനം. എന്താണ് നവോത്ഥാനത്തിന്റെ ഇംഗ്ലീഷ്? റെനൈസൻസ്. റെനൈസൻസ് എന്നാണ് നവോത്ഥാനം എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ഓക്കെ, അപ്പൊ നവോത്ഥാനം എന്നാണ് ഇറ്റലിയിൽ സംഭവിച്ച ഈ മാറ്റങ്ങൾക്ക് പേര് വന്നത്. ഓക്കെ, അപ്പൊ മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന്, അതായത് ഫ്യൂഡലിസം, ആളുകള് ഇങ്ങനെ മറ്റുള്ളവരെ ഭരിക്കുന്ന ഭൂവുടമകളുള്ള അങ്ങനെ ഒരു വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം, ഒരു നവോത്ഥാനം, പുതിയ ഒരു ഉത്ഥാനം, പുതിയൊരു ചേഞ്ച് അവിടെ വന്നു. അപ്പൊ അതൊരു ചരിത്ര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലാണ് ഈ റിനൈസൻസ്, നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദീസ് ചേഞ്ചസ് വെയർ എവിഡന്റ് ഇൻ ഇറ്റലി, മോർ എവിഡന്റ് ഇൻ ഇറ്റലി. ഇറ്റലിയിലായിരുന്നു കൂടുതൽ കാണപ്പെട്ടത്. which was part of ancient Roman civilization. ഇറ്റലി എന്ന് പറയുന്നത് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇറ്റലിയിലാണ് 14ാം നൂറ്റാണ്ടിന്റെ ഈ നവോത്ഥാനം, റിനൈസൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത്. അതായത് ഈ ചേഞ്ചസ് എല്ലാം കൂടുതലായിട്ട്, ഈ സവിശേഷതകളെല്ലാം കൂടുതലായിട്ട് കാണപ്പെട്ടത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഓക്കെ, അപ്പോ ഇനി നവോത്ഥാനം, റിനൈസൻസ് എന്ന വാക്കിന് നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. അതായത് മിഡിൽ ഏജിൽ നിന്ന് മോഡേൺ ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു നവോത്ഥാനം. ഓക്കെ, അപ്പൊ വൈ റെനൈസൻസ് ഇൻ ഇറ്റലി? എന്തുകൊണ്ടാണ് ഈ നവോത്ഥാനം ഇറ്റലിയിൽ വന്നത്? അപ്പൊ ഇറ്റലിയിലാണ് ഇത്തരം ചേഞ്ചസ് വന്നതെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തന്നെ ഈ ചേഞ്ചസ് വന്നത്? വേറെ എന്തോരം യൂറോപ്യൻ കൺട്രീസ് ഉണ്ടായിരുന്നു, ഇറ്റലിയിൽ തന്നെ വരുന്നതിന് കാരണം എന്തായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആദ്യം നിങ്ങൾ നോക്കൂ, ഈ മാപ്പിൽ നമുക്ക് കാണാം, ഈ റെഡ് ഭാഗമാണ് ഇറ്റലി. കാണാമല്ലോ, ഇവിടെ ഈ റെഡ് ആയിട്ട് കിടക്കുന്നതാണ് ഇറ്റലി. അതിന്റെ ബിഗ് പിക്ചർ ആണിത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഇറ്റലി. ഏത്? ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്താണ്? ഇറ്റലി അല്ലെ? നോക്കൂ, യെസ്, ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഇറ്റലിയുടെ ഒരു ഏരിയ. അപ്പോ നോക്കൂ, ഈ വശം, ഈ 3 വശവും എന്താണ്? കടലാണ് അല്ലെ? അപ്പൊ 3 വശം കടലായ സ്ഥലത്തിന് നമ്മൾ എന്താ പറയാ? 4 വശം കടലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐലൻഡ് എന്ന് പറയും അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 വശം കടലായ സ്ഥലത്ത് നമ്മൾ പെനിൻസുല എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും. പെനിൻസുലയാണ്. അതായത് ഇവർക്ക് 3 വശം പേടിക്കേണ്ട, വേറെ ആരും വരികയോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. വളരെ സേഫ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇറ്റലി എന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമായിരുന്നു. അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഇറ്റലി.
ഭയങ്കര കാശുകാരായിരുന്നു, ഭയങ്കര എനർജിയുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഊർജ്ജസ്വലരായിരുന്ന ആളുകളായിരുന്നു ഇറ്റലിയിൽ. അതാണ് ഫസ്റ്റ് പോയിന്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തത്, ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു. ഇവിടെ കുറെ ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു ഇറ്റലിയിൽ. അവർക്ക് ബാങ്കിന്റെ കാര്യങ്ങള്, പിന്നെ ഇൻഷുറൻസിന്റെ കാര്യങ്ങള്, പിന്നെ എങ്ങനെയാണ് വ്യാപാരം നടത്തുന്നത്, ഇതിനെ കുറിച്ചൊക്കെ നല്ല കഴിവുള്ള ആളുകളായിരുന്നു. ട്രേഡേഴ്സ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഇത് കൂടാണ്ട് ബുക്ക് കീപ്പിംഗ് എന്നത് ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ്. അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ബുക്ക് കീപ്പിംഗ്. അതായത് നല്ല കറക്റ്റ് ആയിട്ട് കണക്കുകളൊക്കെ എഴുതി ബുക്കിൽ നല്ല വൃത്തിയായിട്ട് കൗണ്ടൊക്കെ ചെയ്ത് എഴുതി വെക്കാനുള്ള കഴിവ്, ആ ഒരു കഴിവ് ഇറ്റലിയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടീസ് ഓഫ് ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് ലൈക്ക് ബുക്ക് കീപ്പിംഗ്. അവർക്ക് അതുണ്ടായിരുന്നു. അതുകൂടാതെ അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ ഓൾറെഡി അതിസമ്പന്നരായിരുന്നു, അവർ മാറുകയും ചെയ്തു. ആരാണ്? മെനി ഓഫ് ദം ഒക്കെ എക്സ്ട്രീംലി വെൽത്തി. ഇപ്പൊ കാശുള്ളവർ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ബിസിനസ് ചെയ്ത് വീണ്ടും വീണ്ടും കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇറ്റലിയിലാണ് കൂടുതൽ നവോത്ഥാനം നടന്നത്. കാരണം അവർ ഭയങ്കര ഇൻഡിപെൻഡന്റും വെൽത്തിയും ഡൈനാമിക്കും ആയിരുന്നു. അവർക്ക് കുറെ ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. അവർക്ക് ബുക്ക് കീപ്പിംഗ് പോലെയുള്ള ആധുനിക ടെക്നിക്കൽ മാറ്റേഴ്സിൽ ഭയങ്കര കഴിവുണ്ടായിരുന്നു. അതുകൂടാതെ കുറെ ട്രേഡ് ആളുകൾ ഒത്തിരി കാശ് ഓൾറെഡി ഉള്ളവരായിരുന്നു. പിന്നെ അവർ റിച്ചായി മാറി. പിന്നെ ഈ ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥാപനത്തിലെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അകത്തൊക്കെ ആദ്യമായിട്ട് നമ്മുടെ എന്ത് കാര്യം എടുത്താലും നമുക്ക് കണക്ക് വേണം അല്ലെ. കണക്ക് കൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ടെക്നിക്കൽ ആയിട്ട് ബുക്ക് കീപ്പിംഗിൽ മിടുക്കരായിരുന്നു. ഈ കാരണം കൊണ്ടാണ് എന്താണ് ഇറ്റലിയാണ് നവോത്ഥാനത്തിന്റെ മെയിൻ കേന്ദ്രമായി മാറിയത്. അപ്പോൾ പേജ് നമ്പർ 9 വരെയാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പേജ് നമ്പർ 10 മുതൽ ഇടാം കേട്ടെ. അപ്പോ ഇന്ന് പഠിച്ചതിനകത്ത് മെയിൻ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വൈ റെനൈസൻസ് ഇൻ ഇറ്റലി? നവോത്ഥാനം എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ സംഭവിച്ചത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് 14ാം നൂറ്റാണ്ടിലെ ജനറലി ഉള്ള സവിശേഷതകൾ, കോമൺ ഫീച്ചേഴ്സ് ഓഫ് വാട്ട് 14th സെഞ്ചുറി? കോമൺ ആയിട്ട് വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പിന്നെ ആദ്യമായി റെനൈസൻസ് നവോത്ഥാനം തുടങ്ങിയത് ഇറ്റലിയിലാണ്. ഈ 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ ലെസൺ ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ലെസണുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്.